ഇടുക്കി ചിന്നക്കനാലിൽ 100 ഏക്കറിലധികം വരുന്ന കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ച് വനം വകുപ്പ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന മലനിരയായ കൊളുക്കുമലയ്ക്ക് സമീപം ഹാരിസൺ മലയാളം ലിമിറ്റഡ് കൈവശം വച്ചിരുന്ന 42.72 ഹെക്ടർ വനഭൂമിയാണ് അതീവ രഹസ്യമായി സർവേ നടപടികളിലൂടെ വനം വകുപ്പ് തിരിച്ചുപിടിച്ചത്. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമി തിരിച്ചുപിടിക്കൽ നടപടി ആണ് ഇതെന്ന് വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 39 വർഷമായി തിരിച്ചുപിടിക്കാൻ കഴിയാതിരുന്ന ഭൂമി. മൂന്നാറിലെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ ഒന്നായ കൊളുക്കുമലയ്ക്ക് സമീപമുള്ള 100 ഏക്കറിലധികം വരുന്ന, കൃത്യമായി പറഞ്ഞാൽ 42.72 ഹെക്ടർ ഭൂമിയാണ് വനം വകുപ്പ് അതീവ രഹസ്യമായി സർവേ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചുപിടിച്ചത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 HML കമ്പനിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. കമ്പനിയുടെ ഹർജിയിൽ 1987 ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചത്. 168.72 ഹെക്ടർ കമ്പനിക്ക് തിരികെ നൽകാനും അവശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാർ ഏറ്റെടുക്കാനും കോടതി അനുമതി നൽകുകയായിരുന്നു. 3 ബിറ്റുകളിലായിട്ടാണ് ഈ വെസ്റ്റേൺ ഫോറസ്റ്റ് കിടക്കുന്നത്. മൂന്നാർ ഡിവിഷനിലെ ദേവികുളം റേഞ്ച് ചിന്നക്കനാൽ സെക്ഷൻ അധികാര പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. ഈ സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതും കടുവ, ആന തുടങ്ങിയ വന്യജീവികളുടെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയർന്ന മേഖലകളിൽ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊളുക്കുമല വരുന്ന ഈ പ്രദേശം. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഈ ഭൂമിയിലാണ് കൊളുക്കുമലയ്ക്ക് സമീപം സ്വകാര്യ കമ്പനി ഭൂമി പാട്ടത്തിന് നൽകി സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള സ്വകാര്യ ടെന്റ് ക്യാമ്പ് നടത്തിവന്നത്. 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കൈമാറാൻ കമ്പനി വിസമ്മതിച്ചു. തിരികെ പിടിച്ച ഭൂമിയിൽ വനംവകുപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉടൻ ജെണ്ട കെട്ടിത്തിരിക്കുന്ന നടപടികളിലേക്ക് കടക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.